ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസി ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് സോ മച്ച് ഹാപ്പിനെസ് എന്ന പോയത്തിൽ നിന്നും എക്സാമിന് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിൻ്റെ തീംസ് ഓഫ് സോ മച്ച് ഹാപ്പിനെസ്. ഇവിടെ സോ മച്ച് ഹാപ്പിനെസ് എന്ന പോയത്തിൽ തീമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. അത് എസ്സേ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ ഓരോ തീമും എക്സ്പ്ലെയിൻ ചെയ്യണം. നവോമി ഷിയാബ്നൈസ് poem So Much Happiness explores the meaning of happiness and how it affects our lives. Through the simple language and beautiful images, the poet shows that happiness can be found in ordinary things, imperfect situations, and act of sharing. The poem teaches readers to appreciate life and spread joy to others. One of the main themes of the poem is the nature of happiness. The poet describes happiness as a something free and difficult to control. Unlike sadness, which usually has a clear reason, happiness comes and goes naturally. The poet says that happiness floats and can land on a roof singing before disappearing. This shows that happiness can be on or forced to stay. ഇവിടെ പറയുന്നത് സിമ്പിൾ ലാംഗ്വേജിലൂടെയും ബ്യൂട്ടിഫുൾ ഇമേജിലൂടെയൊക്കെ ഹാപ്പിനെസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. ഇംപെർഫെക്റ്റ് സിറ്റുവേഷൻ ആണെങ്കിലും ചിലത് നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു തീമാണ് നേച്ചർ ഓഫ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്സിൻ്റെ നേച്ചർ, ഹാപ്പിനെസ് എങ്ങനെയാണ് പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് സംതിങ് ഫ്രീ ആണ്, അതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. സാഡ്നെസ്സിനാണെങ്കിൽ അത് ഒരു ക്ലിയർ റീസൺ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാം. ആ ഒരു റീസൺ വെച്ച് നമുക്ക് ആ ഒരു സാഡ്നെസ്സിനെ കൺട്രോൾ ചെയ്ത് വെക്കാം. പക്ഷേ ഹാപ്പിനെസ് കംസ് ആൻഡ് ഗോസ് നേച്ചുറലി. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു പക്ഷിയെ പോലെ വരുന്നു പോകുന്നു. അതൊരു വീടിൻ്റെ റൂഫിൽ വന്നിരിക്കുന്നു, ദെൻ അത് അവിടെ നിന്ന് പാട്ട് പാടി പോകുന്നു. അതുപോലെയാണ് ഹാപ്പിനെസ്സും. അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പാറി പോവുകയാണ് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. അതൊരു തീമാണ്, ഹാപ്പിനെസിൻ്റെ ഒരു നേച്ചറാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. Then another important theme is joy in ordinary life. The poet finds happiness in simple things such as a coffee cake, ripe peaches, and everyday experiences. These examples show that joy does come only from great achievements or expensive things. It can be found in the small pleasure of daily life. The poet encourages readers to appreciate these simple moments. The poem also highlights acceptance of imperfection. The speaker says that even moving from a peaceful tree house to a noisy quarry can't destroy your true happiness. The poet also mentions soiled linen and scratched records. These imperfect things remind us that life doesn't have to be perfect for us to be happy. Happiness comes from our attitude rather than our surroundings. So ഇവിടെ പറയുന്നത് ഓർഡിനറി ലൈഫിൽ, ഒരു സാധാരണമായ ജീവിതത്തിൽ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതുപോലെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഹാപ്പിനെസ് ആണ്. നമ്മൾ പറയും പോലെ ഒരാളുടെ കൂടെ ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ സാന്നിധ്യം പോലും, അത്രയും ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യും, ഹാപ്പിനെസ് തരുന്നതാണ്. സോ നമ്മളെപ്പോഴും ഹാപ്പിനെസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു എക്സ്പെൻസീവായ തിങ്സിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സിൽ മാത്രം കാണുന്നതല്ല ഹാപ്പിനെസ്. ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഇൻ സ്മോൾ പ്ലഷേഴ്സ് ഓഫ് ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലും ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഇംപെർഫെക്ഷൻസ് ആയ കാര്യങ്ങളിലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താം. നമ്മുടെ ഒരു ട്രൂ ഹാപ്പിനെസ് ആണെങ്കിൽ നമുക്കതൊരു പീസ്ഫുൾ സറൗണ്ടിങ്സ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു കോറി ലൈഫിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കോറി ഉള്ള ഒരു സ്ഥലത്ത് പോയി താമസിക്കുകയാണെങ്കിലും നമ്മുടെ സറൗണ്ടിങ്സിൽ മൊത്തത്തിലൊരു കോലാഹലമാണെങ്കിലും നമ്മൾക്കൊരു ട്രൂ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിരിക്കും ദാൻ അവർ സറൗണ്ടിങ്സ്. Another major theme is sharing happiness. The poet says that happiness is too large to be contained within one person. It naturally flows into everything we touch. This suggests that happiness grows when it is shared with others. A happy person spreads joy through kindness, love, and positive actions. The theme of humility and gratitude is also important. The poet compares happiness to the moon and a happy person to the night sky. The sky does not take credit for the beauty of the moon. In the same way, people should not boast about their happiness. Instead, they should accept it with gratitude and share it with others. നമ്മളൊരിക്കലും നമ്മുടെ ഹാപ്പിനെസ്സിനെ ഒരു അഹങ്കാരമായി കൊണ്ട് നടക്കരുത്. നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യണം. നമ്മളുടേത് മാത്രമാണെന്ന ഒരു പൊസസീവ്നെസ്സിൽ നമ്മുടെ ഹാപ്പിനെസ് കൊണ്ട് നടക്കരുത്. അത് എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. In conclusion, so much happiness teaches that happiness is free, simple, and powerful. It can be found in ordinary experiences, imperfect situations, and acts of sharing. Through this poem, Navami Shiamne encourages readers to appreciate life's small joys, accept imperfections, and spread happiness wherever they go. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ ഹാപ്പിനെസ് എന്ത് ചെയ്യാണ്, ഫ്രീ ആണ്, സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. അല്ലേ, നമ്മുടെ ജാവ സിമ്പിൾ ആണ്, പവർഫുൾ ആണ് പറഞ്ഞ പോലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഫ്രീ ആണ്, സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ഓർഡിനറി എക്സ്പീരിയൻസിൽ നമുക്കിത് കണ്ടെത്താൻ പറ്റും. ഇംപെർഫെക്റ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആക്ട് ഓഫ് ഷെയറിംഗിലൂടെയൊക്കെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും. ത്രൂ ദിസ് പോയം ഷിയാബ്നെ എന്ത് ചെയ്യാണ്, റീഡേഴ്സിനെ എൻകറേജ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക അല്ലെങ്കിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. അതുപോലെ തന്നെ ഇംപെർഫെക്ഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഹാപ്പിനെസ് നമ്മൾ ഷെയർ ചെയ്യുക. എവിടെയാണ് നമ്മൾ പോകുന്നത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക. ഇത്രയുമാണ് ആൻസർ. സോ സിമ്പിൾ വേലാണ് എഴുതിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write a reflective essay on how the poem So Much Happiness changes your view of life. എങ്ങനെയാണ് സോ മച്ച് ഹാപ്പിനെസ് എന്ന പോം നമ്മുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോം വായിച്ചിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് മാറ്റമാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. Reading Naomi Shiabnei's poem So Much Happiness changes the way I think about life and happiness.
നമ്മുടെ ജീവിതത്തിനെയും അല്ലെങ്കിൽ ഹാപ്പിനെസിനെയും കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ തന്നെ അത് മാറ്റിയിട്ടുണ്ട്. ബിഫോർ റീഡിംഗ് ദ പോയം ഐ ബിലീവ് ദാറ്റ് ഹാപ്പിനെസ് came mainly from successful wealth or achieving big goals. However, the poem taught me that true happiness is found in simple moments, ordinary experiences and the love we share it with others. So വലിയ വലിയ കാര്യങ്ങൾ മാത്രമാണ് ഹാപ്പിനെസ് എന്ന്, അല്ലെങ്കിൽ കുറേ വെൽത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ഹാപ്പിനെസ് എന്ന് ബിലീവ് ചെയ്തിട്ട് ചെറിയ കാര്യങ്ങൾ പോലും ഹാപ്പിനെസ് ഉണ്ടെന്ന് ഈ ഒരു പോയത്തിലൂടെ ഷിഹാബിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. Then the poem helped me realize that happiness is present in everyday life. The poet mentioned simple things like coffee, cake, ripe peaches and ordinary moments. These images remind me that I don't need expensive things or special occasions to feel happy. Even small moments with the family and friends can bring great joy. Another lesson I learned is that life does not have to be perfect for us to be happy. The poem speaks about soil linen and scratched records, showing that imperfections are a natural part of life. This changed my attitude because I now understand that I should accept difficulties instead of waiting for a perfect life. Then പോയിട്ട് പറയാം, നമ്മുടെ എവറിഡേ ലൈഫിൽ എന്തുണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. അത് ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. നമുക്കതിന് വേണ്ടി ഒരു എക്സ്പെൻസീവായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പോയിന്റ് മനസ്സിലായത് എന്തെന്ന്, നമ്മുടെ എവറിഡേ ലൈഫിൽ എന്തുണ്ട്, ഹാപ്പിനെസ് പ്രസന്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ചെറിയ മൊമെന്റ്സിലുള്ളതാണ് അത് നമ്മൾ കണ്ടെത്തണം, നമ്മൾ ഫൈൻഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഇമേജസോ അല്ലെങ്കിൽ നമ്മുടെ നല്ല നല്ല മൊമെന്റ്സ് അത് റിമെമ്പർ ചെയ്തിട്ട് നമ്മൾ ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാം. അങ്ങനെ ഹാപ്പിനെസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടെന്ന് ഈ പോയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഒരിക്കലും നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആവണമെന്നില്ല, നമ്മുടെ ലൈഫ് ഹാപ്പി ആവാൻ നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആവണമെന്നില്ല. ഇംപെർഫെക്ഷൻസിലും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സോ നമ്മളൊരു പെർഫെക്റ്റ് ലൈഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളുടെ ഡിഫിക്കൽട്ടീസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഇതിലൂടെ പോയിട്ട് മനസ്സിലാക്കി തരുന്നത്. The poem also taught me that happiness becomes greater when it is shared. A happy person spreads joy through kind words, love and helpful actions. This inspired me to be more caring and positive toward others, because even a small act of kindness can make someone happy. The poet compares happiness to the moon and a happy person to the sky, the night sky. This beautiful comparison taught me to be humble and grateful. Instead of boasting about my happiness, I should appreciate it and thank the people who make my life meaningful. After reading this poem, I have started looking at life more positively. I try to enjoy simple moments, accept challenges with hope, and share happiness with the people around me. The poem reminds me that happiness is not something to chase, but something to notice and appreciate every day. In conclusion, so much happiness has changed my view of life in many ways. It taught me that happiness is simple, natural, and meant to be shared. The poem encourages me to appreciate ordinary moments, accept imperfections, and spread joy wherever I go. These lessons will remain valuable throughout my life. സോ നമ്മളിപ്പം ആ ഒരു പോയത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. എന്നിട്ട് നമ്മൾ പറയുകയാണ് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പോയിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. അതായത് ഇത് ഷെയർ ചെയ്യേണ്ട ഒന്നാണ്. അതുപോലെ നമ്മുടെ ഡിഫിക്കൽട്ടീസ് നമ്മളെപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫ് ഇംപെർഫെക്റ്റ് ആണെങ്കിലും പെർഫെക്റ്റ് ലൈഫിന് വേണ്ടി കാത്തു നിൽക്കാതെ ഡിഫിക്കൽട്ടീസ് അക്സെപ്റ്റ് ചെയ്ത് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഷെയർ ചെയ്യണം. സോ ഇത്രയാണ് നമ്മുടെ ലൈഫിൽ ഈ ഒരു പോം റീഡ് ചെയ്തിട്ട് നമുക്കും ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ പറയേണ്ടത്. The next question, compare the idea of happiness in so much happiness with any real life experience. നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിന് ഈ ഒരു ഹാപ്പിനെസ് എന്ന ഐഡിയയുമായിട്ട് കമ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടായ ഏതെങ്കിലും മൊമെൻറ്റ്സ് നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നതിനെ കുറിച്ച് പറയാനാണ്. സോ ഇൻ നഹോമി ഷിഹാബിനെ's poem, So Much Happiness, happiness is shown as a powerful feeling that comes unexpectedly and feels bigger than normal life. It is not just about not being sad, it's a deep feeling that can happen even when life is tough. This is like a real life moments when happiness surprises us, like a fun time with family, the birth of a baby, or a good success. In these moments, happiness feels like a warm wave, filling us with gratitude even when life is hard. Just like in the poem, real life happiness is personal and often found in simple unexpected joys that highlight the richness of being human. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയിലൊരു ബേബി ജനിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അപ്പോൾ ഉണ്ടാകുന്ന ഫൺ ഇതിലൊക്കെ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എന്നാണ്, അല്ലെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ എത്രത്തോളം ഹാപ്പി ആകുന്നു, ഇതൊക്കെ ഈ ഒരു പോയതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് എഴുതാം. ഓക്കെ, സോ ഗൈസ് ഇത്രയാണ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മളോട് ഇതിൽ തന്നെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഒക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡിസ്കോഴ്സ് ഇമെയിൽ റൈറ്റിംഗ് ആണ്. ഈ ഒരു പോകത്തുനിന്ന് കൗൺസിലറുടെ അടുത്ത് ഇമോഷണൽ വെൽബീങ്ങിനെയും ഹാപ്പിനെസ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇമെയിൽ ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോം വായിച്ചിട്ട് അതേക്കുറിച്ച് നമ്മുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുന്നതിന് ഫ്രണ്ട്സിന് നമ്മൾ ആ ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ട്
ഇമെയിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പോയിറ്റിനെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഇമെയിൽ എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന രീതിയിൽ പോയിറ്റിന് ഇമെയിൽ ചെയ്യാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇവിടെ നമ്മളൊരു ഇമെയിൽ ഡിസ്കസ് ചെയ്യാം. ഇമെയിലിൻ്റെ ഫോർമാറ്റ് ആദ്യം പഠിക്കണം. യു വാണ്ട് ടു ഇൻവൈറ്റ് എ കൗൺസിലർ ടു സ്പീക്ക് ഓൺ ഇമോഷണൽ വെൽബീങ് ആൻഡ് ഹാപ്പിനെസ്, റൈറ്റ് ആൻ ഇമെയിൽ ഇൻവിറ്റേഷൻ. ഇമോഷണൽ വെൽബീങ് ആൻഡ് ഹാപ്പിനെസ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൗൺസിലറെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഇമെയിലാണ്. ഫ്രം ടു, നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ എഴുതുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫ്രം ടു വേണം. പിന്നെ CC, BCC, സബ്ജക്റ്റ്, ഈ 5 കാര്യങ്ങൾ എന്തായാലും എഴുതാം. അതിൽ CC BCC എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ ബ്ലാങ്ക് ആക്കി ഇടാം. CC എന്ന് പറഞ്ഞാൽ കാർബൺ കോപ്പി, BCC എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി. അതായത് ഈ ഒരു മെയിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അതാണ് കാർബൺ കോപ്പി. ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആർക്കെങ്കിലും അയക്കുന്നത് നമ്മൾ അയക്കുന്ന ആളുകൾ അറിയാതെ അയക്കുന്ന രീതി. അങ്ങനെ അയക്കുന്നവരുടെ മെയിൽ ID ആണ് അവിടെ BCCയിൽ കൊടുക്കാറ്. സോ ഇവിടെ നമ്മൾ എക്സാമിന് പൊതുവെ ബ്ലാങ്ക് ആക്കി ഇടുക. ഫ്രം ആൻഡ് ടു എന്തായാലും എഴുതുക. ഫ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമെയിൽ ID വെക്കുക. ടു എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കാണോ ഇമെയിൽ ചെയ്യുന്നത് അവരുടെ ഇമെയിൽ ID. ദെൻ സബ്ജക്റ്റ് കൊടുക്കുക. ഇവിടെ ഇൻവിറ്റേഷൻ ടു സ്പീക്ക് ഓൺ ഇമോഷണൽ വെൽബീങ് ആൻഡ് ഹാപ്പിനെസ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ്. സർ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യാം. സോ ഇങ്ങനെ എഴുതാം. ഐ ഹോപ്പ് ദിസ് മെസ്സേജ് ഫൈൻഡ്സ് യു വെൽ. മൈ നെയിം ഈസ് രാജുനോ രാകേഷിനോ എന്തെങ്കിലും കൊടുക്കുക. ആൻഡ് ഐ ആം എ സ്റ്റുഡൻറ്റ് അറ്റ്, സ്കൂളിൻ്റെ പേര് എഴുതുക. GHSS ഏതാണെന്ന് വെച്ചാൽ ആ സ്കൂളിൻ്റെ പേര് എഴുതുക. We are organizing a series of talks focused on mental health and we would be honored to have you as a guest speaker. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗസ്റ്റായിട്ട് എന്ത് ചെയ്യാണ്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. We believe that your expertise and insights into emotional well-being and happiness would greatly benefit our audience who are eager to learn about effective strategies from maintaining mental health and happiness in their daily lives. The event is scheduled ഫോർ, ഡേറ്റ് കൊടുക്കുക. എന്നാണ് നമ്മൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഡേറ്റ് കൊടുക്കുക. അറ്റ് ഏത് ടൈമിലാണെന്ന് കൊടുക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽഡ് അറ്റ് വെന്യൂ, നമ്മുടെ പ്രോഗ്രാം ഹോളോ അങ്ങനെ എവിടെ വെച്ചിട്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് തന്നെ കൊടുക്കാം. വി വുഡ് ബി ഡിലൈറ്റഡ് ഇഫ് യു കുഡ് ജോയിൻ അസ് ആൻഡ് ഷെയർ യുവർ വാല്യുബിൾ നോളജ് വിത്ത് അവർ അറ്റൻഡീസ്. ഓഫ് കോഴ്സ് വി ആർ ഓപ്പൺ ടു അക്കോമഡേറ്റിംഗ് യുവർ ഷെഡ്യൂൾ ആസ് വെൽ. പ്ലീസ് ലെറ്റ്സ് നോ ഇഫ് യു ആർ അവൈലബിൾ ആൻഡ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ അറ്റ്, നമ്മുടെ ഇമെയിലോ അല്ലെങ്കിൽ കോൺടാക്ട് ID എന്തെങ്കിലും കൊടുക്കുക. ഫോർ എനി ഫർദർ ഇൻഫർമേഷൻ ഓർ ടു ഡിസ്കസ് ദ ഡീറ്റെയിൽസ്. താങ്ക് യു ഫോർ കൺസിഡറിംഗ് അവർ ഇൻവിറ്റേഷൻ. വി ഹോപ്പ് ടു ഹാവ് ദ പ്രിവിലേജ് ഓഫ് വെൽക്കമിങ് യു ടു അവർ ഈവൻറ്റ്. വാം റിഗാർഡ്സ്. എന്നിട്ട് നമ്മുടെ പേര്, നമ്മുടെ പൊസിഷന്, നമ്മുടെ ഏത് സ്കൂളിൽ നിന്നാണെന്ന് വെച്ചാൽ സ്കൂളിൻ്റെ പേര്, നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കുക. സോ ഇവിടെ നമ്മൾ ലാസ്റ്റ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നമ്മൾ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നത് അത്രയും ഡിലൈറ്റ്ഫുൾ ആണെന്നൊക്കെ പറയണം. ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ടൈം, ഡേറ്റ് ഇതൊക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ സോ മച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞ പോമൊക്കെ വായിച്ചിട്ട് റിവ്യൂ ചെയ്താണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുകയാണെങ്കിൽ, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇമെയിൽ അയക്കണം, നമ്മൾ ഇങ്ങനെ ഒരു പോം വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ ആ ഒരു പോത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് നീ എന്തായാലും വായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, സോ ഇത്രയാണ് ഇമെയിൽ റൈറ്റിംഗ്. പിന്നെ നമുക്ക് പോയം തന്നിട്ട് പോയത്തിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പോയത്തിൽ ചില സ്റ്റാൻസ് തരും, 1-2 സ്റ്റാൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അതൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പോയിറ്റിൻ്റെ പേര് എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോം? Happiness can be found in dash things, ordinary things. Which poetic device is used in happiness is? Metaphor. അതായത് ഹാപ്പിനെസ്സിനെ സാഡ്നെസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ, അത് മെറ്റഫറാണ്. ദെൻ റെപ്പിറ്റേഷൻ ഓഫ് ദ വേർഡ് ഹാപ്പിനെസ് ഈസ് കോൾഡ് റെപ്പിറ്റേഷൻ. റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ഹാപ്പിനെസ് എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് റെപ്പിറ്റേഷൻ പറയും. വിച്ച് പോയറ്റിക് ഡിവൈസ് ഗീവ്സ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഹാപ്പിനെസ്? പേഴ്സോണിഫിക്കേഷൻ. ദെൻ വാട്ട് ഇസ് ദ പോം എൻകറേജ്? ഷെയറിംഗ്. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ ഷെയർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ദ പോം ബിലോങ്സ് ടു വിച്ച് ജാനർ? ലിറിക് പോം ആണ്. ദ ടോൺ ഓഫ് ദ പോം ഈസ് ഒപ്റ്റിമിസ്റ്റിക് അല്ലേ, ഒരു പോസിറ്റീവ് എനർജി തരുന്ന പോമാണ്. സോ ദ ടോൺ ഓഫ് ദ പോം ഈസ് ഒപ്റ്റിമിസ്റ്റിക്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.